ഹായ് ഹലോ വിബു സൈറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സംഭവം എന്താ തിരുവനന്തപുരത്ത് മാത്രം വരാത്തെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു കേട്ടോ. മറ്റു ജില്ലകളിലൊക്കെ ഇത് കണ്ടപ്പോ എനിക്കൊരു വലിയൊരു വിഷമം തോന്നി. എന്താ നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രം വരാത്തെന്ന്. എന്നാൽ ആ മഹാസംഭവം ഇപ്പൊ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. എന്താന്ന് കാണാം, വാ. ഞാനിപ്പോ നിൽക്കുന്നത് മറൈൻ വേൾഡ് കടലിനടിയിലെ കാഴ്ചകൾ കാണാനാണ്. കറക്റ്റ് ടെക്നോ പാർക്കിന്റെ ഓപ്പോസിറ്റ് തന്നെയല്ല ഈ മറൈൻ വേൾഡ്. ഒരു 10 മിനിറ്റ് കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞങ്ങൾ അങ്ങനെ പതിയെ നടന്നകത്തേക്ക് കയറി. ടിക്കറ്റ് ചാർജ് 5 വയസ്സിന് മുകളിലുള്ളവർക്ക് 150 രൂപയാണ്. ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ ടിക്കറ്റ് തന്നെ മേടിച്ച് ഞങ്ങളുടെ കയ്യിൽ ടാഗായിട്ട് കെട്ടിത്തന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഇങ്ങനൊരു അടിപൊളി കാഴ്ച കാണാനൊരു അവസരം കിട്ടിയാൽ പോകാതിരുന്നാൽ മോശമാണ്. അതുകൊണ്ട് എല്ലാവരും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കുഞ്ഞുമക്കളുള്ളവരെല്ലാവരും കുഞ്ഞുമക്കളെ വീട്ടിലാക്കി പോകാതെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ ശ്രമിക്കുക. മാക്സിമം നമ്മളെക്കാളും അവരായിരിക്കും ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യുക. ഈ മീനുകളുടെ പേര്, അങ്ങനെ മീനിനെ കുറിച്ചുള്ള ആധികാരികമായുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല. മീൻ വളർത്തിയുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഞ്ഞിന് എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ തലയുടെ മുകളിൽ കൂടിയാണ് കേട്ടോ ഈ മീനുകളൊക്കെ പോകുന്ന കാണിച്ചു തരാവേ. ശരിക്കും കടലിനടിയിലേക്ക് പോയാൽ കാണുന്ന കാഴ്ചകൾ പോലെ ആയിരുന്നു അവിടുത്തെ ഓരോ മൈന്യൂട്ട് കാഴ്ചകളും. ഞാൻ ഓരോ റീൽസിലും ഫേസ്ബുക്ക് വീഡിയോസിലും ഒക്കെ ഇത് കാണുമ്പോൾ ഒന്ന് കൊതിച്ചിട്ടുണ്ട്. അയ്യോ, മറ്റ് ജില്ലകളിലോട്ട് നമുക്ക് യാത്ര ചെയ്ത് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പോയി കാണാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ മറൈൻ വേൾഡിൽ നിൽക്കുമ്പോഴും എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു ഞാൻ ഈ കാഴ്ചകളൊക്കെ നേരിൽ കാണുവാണോ എന്ന്. വിബുക്കുട്ടൻ ആദ്യം ചെറിയൊരു ഭയപ്പാടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവൻ കൈയൊക്കെ കൊടുത്തു. ആ കണ്ണാടിയിലൊന്ന് തൊടാനെങ്കിലും കൂട്ടാക്കി കേട്ടോ. ബട്ടർഫ്ലൈ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൻ നല്ലോണം അടുത്ത് നിന്ന് ആ ബട്ടർഫ്ലൈയുടെയും ഫ്ലവേഴ്സും ഒക്കെ ആ കാഴ്ചകളൊക്കെ അവൻ വളരെയധികം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. 360 ഡിഗ്രി സെൽഫി ബൂത്ത്. ഇതിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 50 റുപ്പീസാണ്. അടുത്ത
സെക്ഷനിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റോബോട്ടിൻ്റെ നായ്ക്കുട്ടികൾ കേട്ടോ. നമ്മൾ ഷെയ്ക്കാൻ്റെയൊക്കെ ചോദിക്കുമ്പോൾ തലയാട്ടി കാണിക്കും. പിന്നെ പേടിയുണ്ടെന്ന് തോന്നിയാലാന്ന് തോന്നുന്നു അവരെ പിറകെ ഓടിക്കുന്ന കാണാം. കുറേ നേരം നോക്കി നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അതിശയം തോന്നും, മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളൊക്കെ തന്നെയാണോ ഈ കാഴ്ചകളെന്ന്. പറയുന്നെങ്കിലും ഈ റോബോട്ടൊക്കെ അടുത്ത് വന്നപ്പോഴേക്കും എനിക്കും ചെറിയൊരു ഭയപ്പാടുണ്ടായിരുന്നു. ഞാനത് കാരണം കുറേയേറെ മാറിയാണ് നിന്നത്. പക്ഷെ ഹസ്ബൻഡും കുഞ്ഞും ഭയങ്കര എൻജോയ്മെൻറ്റിലായിരുന്നു, അതിൻ്റെ കൂടെ നടക്കുമായിരുന്നു, അത് ഷെയ്ക്കാൻ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. റോബോട്ടിൻ്റെ സെക്ഷനൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ ഒരു ഐസ്ക്രീം സ്റ്റാൾ കണ്ടു കേട്ടോ. അവിടെ കയറി ഞങ്ങളൊരു ഐസ്ക്രീം കുടിച്ചു. ബിബുക്കുട്ടനെ ഒരു ഫോൺ വാങ്ങിക്കൊടുത്ത് പറ്റിക്കുകയും ചെയ്തു കേട്ടോ. അതിൽ ഐസ്ക്രീം ഒരു ശകലം ഞങ്ങൾ വെച്ച് കൊടുക്കത്തേ ഉള്ളൂ. കാര്യം കുഞ്ഞിനെ ഞങ്ങൾ ഇപ്പോഴേ ഐസ്ക്രീം ഒന്നും കൊടുത്ത് ശീലിപ്പിക്കില്ല കേട്ടോ. അവന് അസുഖം വന്നു കഴിഞ്ഞാലേ ഇച്ചിരി മാറാൻ ബുദ്ധിമുട്ടാണ്. ഐസ്ക്രീം കുടിച്ചു കഴിഞ്ഞ് നേരെ ഓടുന്നത് വീണ്ടും ആ റോബോട്ടുകളെ കാണാനാണ്. അതിന് തന്നെ കുറേയേറെ സമയമെടുത്തു. റോബോട്ടുകളെ കണ്ട് അവിടെ ഹസ്ബൻഡും മാറിയും ഇരിപ്പായി. ഞാൻ ചുറ്റി നടന്ന് ഓരോ കാഴ്ചകൾ വീണ്ടും കണ്ടു. ഈ സെക്ഷനിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് ഓഫറുകളുടെ ഒരു ലോകത്തേക്കാണ്. നമ്മുടെ വീട്ടിലെ പഴയ ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടുവന്ന് ചേഞ്ച് ചെയ്ത് ഒരു എയർ കൂളർ ഫാൻ മേടിക്കാമെന്നാണ് ആ പുള്ളിക്കാരൻ എന്നോട് പറയുന്നത്. പലതരത്തിലുള്ള പ്രോഡക്ട്സുകളുടെ ഒരു സ്റ്റാള് തന്നെ ഉണ്ടായിരുന്നു. അത് തന്നെ കാണാനായിട്ട് ഒരു 1.5 മണിക്കൂർ സമയമെടുക്കും. ഞങ്ങൾ കുറേയേറെ സാധനങ്ങളൊക്കെ മേടിച്ചു, കുറേയൊക്കെ കാഴ്ചകൾ മാത്രമാക്കി. അടുത്തത് ഒരു ഗംഭീരമായൊരു കട്ടിലായിരുന്നു കേട്ടോ. കാര്യം അതിലൊരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ലൈറ്റ് സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ 55,000 രൂപയുടെ ഈ കട്ടിൽ വെറും 29,000 രൂപയ്ക്ക് വീട്ടിലെത്തിച്ച് തരുമെന്നാണ്. തിരുവനന്തപുരത്തൊക്കെ ഇത് ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത്. നിലമ്പൂർ തേക്കെന്ന് പറയുന്നത്. വളരെയധികം ഭംഗിയുണ്ടായിരുന്നു കേട്ടോ.
നല്ലൊരു കട്ടിലായിട്ടാണ് എനിക്ക് തോന്നിയത്. ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കണം കേട്ടോ. വെള്ളം വലിച്ചെടുക്കുന്ന മേറ്റുകൾ, വാട്ടർ അബ്സോർബ് ചെയ്യുന്ന മേറ്റുകൾ, അതിൽ സിന്തറ്റിക് റബ്ബർ, മുകളിൽ മൈക്രോ ഫൈബർ എന്ന മെറ്റീരിയലാണ്. അതുകൊണ്ട് വീടിന്റെ വെള്ളം ആവിയായി അടിയിൽ സിന്തറ്റിക് റബ്ബർ ആയതുകൊണ്ട് തെന്നത്തില് ഉറപ്പ് ബാത്റൂമില്, കിച്ചണില്, വാഷ് ബേസിന്റെ അടിയിലൊക്കെ ഇടാം. അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. ആ പിള്ളേരൊക്കെ ചാടിക്കുക. റേറ്റ് എത്രയാ? ഓ തെന്നത്തില്ല റേറ്റ് എത്രയാ? റേറ്റ് 2,400. ഞാൻ വിബുക്കുട്ടൻ്റെ ഫുഡിലെല്ലാം പനങ്കൽക്കണ്ട് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല നാടൻ പനങ്കൽക്കണ്ട് കണ്ടപ്പോൾ ഞങ്ങൾ മേടിച്ചു. ഹസ്ബൻഡും വിബുക്കുട്ടനും ഒരു ഐറ്റം വിടാതെ എല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു മുൾട്ടാണി മിട്ടിയൊക്കെ ചേർന്ന ഒരു ബ്യൂട്ടി സോപ്പായിരുന്നു കേട്ടോ. ആ ടാനൊക്കെ മാറിക്കിട്ടും എന്നാ പറഞ്ഞത്. കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ പോകുമ്പോൾ ഈ സോപ്പ് മേടിച്ചാൽ മതി കേട്ടോ. അടുത്തത് പലതരത്തിലുള്ള അച്ചാറുകളുടെ ഒരു സ്റ്റാളിലേക്കാണ് കേട്ടോ കയറി ചെന്നത്. അയ്യോ, എനിക്ക് ഓരോന്നായിട്ട് പരീക്ഷിക്കാൻ തരുന്നുണ്ടായിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. പെട്ടെന്നാണ് എനിക്ക് പാണ്ടിപ്പട സിനിമയിലെ ദിലീപിൻ്റെ അവസ്ഥ ഓർമ്മ വന്നത് കേട്ടോ. സ്പൈസി ആയിട്ടുള്ളതും പുളിപ്പ്, മധുരം എല്ലാം ചേർന്ന അച്ചാറുകൾ പലതും ഉണ്ടായിരുന്നു കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ചോറിന് ഇതിലേതെങ്കിലും ഒരു അച്ചാർ വാങ്ങി കഴിച്ചാൽ മതി, മറ്റു കറികളൊന്നും വേണ്ടി വരില്ല. ഞാൻ ആദ്യം പറഞ്ഞു കുഞ്ഞുമക്കളെ കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ എന്ന്. പക്ഷേ ഇത്തരം സ്റ്റാളുകളുടെ അടുത്ത് എത്തുമ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണ് പൊത്തി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കാര്യം ആ കടയിലെ എല്ലാ കണ്ണാടിയും അവൻ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പോരാത്തതിനൊരു വാച്ചെടുത്ത് കൈ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് കയ്യിലെ വാച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇതെപ്പോഴാണ് കയ്യിൽ കെട്ടിക്കൊടുത്തതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. പിന്നെ അത് വാങ്ങിച്ചിട്ടല്ലാതെ അടങ്ങിയിട്ടില്ല വിബുക്കുട്ടൻ. ഇത് ഫുള്ള് കളറോ കെമിക്കലോ മൈദ അല്ലാത്ത ഓർഗാനിക് അലുവകളാണ്. എല്ലാം അരിമാവും തേങ്ങാപ്പാലും പനശർക്കരയിൽ ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നിലും കളറും കെമിക്കലും ഒന്നും വരുന്നില്ല. കഴിച്ചോ, ഒറിജിനൽ പൈച്ചാറിൽ ഉണ്ടാക്കുന്ന അലുവകളാണ്. കളറോ കെമിക്കലോ മൈദ അല്ലാത്ത അലുവകളൊക്കെ ടേസ്റ്റ് ചെയ്തോളാം. ഓർഗാനിക് അലുവകളൊക്കെ ടേസ്റ്റ് ചെയ്തോളാം.
ലാസ്റ്റ് ആൻഡ് ഫൈനലായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഒരു ഫുഡ് കോർണർ കണ്ടു. അതാണ് ഏറ്റവും എൻഡിൽ. നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് അവിടെ ഉള്ളത്. പോകുന്നവർ തീർച്ചയായും കഴിക്കുക. ഞങ്ങൾ അകത്തേക്ക് കയറിയത് ഒരു 4:15-നൊക്കെയാണ്. തിരികെ ഇറങ്ങിയപ്പോൾ മണി 7 കഴിഞ്ഞിരുന്നു. നമ്മൾ ഇറങ്ങുന്ന എക്സിറ്റിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു ബലൂണിൻ്റെ ഗൺഷൂട്ട് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇടത് ഭാഗത്ത് 2 ചേച്ചിമാരിരിപ്പുണ്ട്, ജീവമാതാ കാരുണ്യയുടെ പ്രോഡക്ട്സുമായിട്ട്. അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചാൽ അവർക്കും ഒരു സഹായമായി. ഞാനൊരു സാമ്പ്രാണിത്തിരി മേടിച്ചു കേട്ടോ. അപ്പോൾ മറൈൻ വേൾഡിലെ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും തീർച്ചയായും പോയി കാണണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.